ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗം സീരിയലിലെ ഇനി അടുത്ത ആഴ്ചയിലെ കഥയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ പ്രകാശനാണെന്നുണ്ടെങ്കിൽ സന്തോഷത്തോടു കൂടി തന്നെ വന്ന പെൺമക്കളെ കാണാൻ വേണ്ടി പോകുമ്പോഴേക്കും കാർത്തിക ഇല്ല കേട്ടോ. പ്രകാശം ചോദിക്കണ്ട് കാർത്തിക മോൾ എവിടെ പോയി ചോദിക്കുമ്പോ കാദംബരി പറയണ്ട് കാർത്തികേച്ചി ഇന്ന് രാവിലെ തന്നെ ദിലീപേട്ടൻ വന്നിരുന്നു, അതുകൊണ്ട് ദിലീപേട്ടന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അച്ഛൻ ചെയ്ത കാര്യങ്ങൾ ആലോചിക്കുമ്പോ ഇപ്പോഴും വല്ലാത്തൊരു മനസ്സിൽ ടെൻഷനാണ് എന്ന് കാദംബരി പറയാണ്. മോളെ, അന്ന് ഞാൻ അവനെ കൊന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് കല്യാണി മോള് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ അവന്റെ കാല് പിടിച്ചു പറഞ്ഞതാണ്, കല്യാണി മോളൊന്നും ചെയ്യല്ലേ, എന്റെ പെൺമക്കളൊന്നും ചെയ്യല്ലേ, നിനക്ക് മര്യാദക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ അവര് ചെയ്തു തരൂ, ഇനിയെങ്കിലും മര്യാദക്ക് ജീവന് കൊതിയുള്ള പോലെ ജീവിക്കാൻ വേണ്ടി അവരുടെ ഒരു കാല് പിടിച്ചു പറഞ്ഞു. അവൻ കേട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു മോളെ എന്ന് പറയണം. കല്യാണി പറഞ്ഞിട്ട് കിരണേട്ടൻ നമ്മുടെ നവീൻ വക്കീലായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അച്ഛാ, പക്ഷെ അച്ഛന്റെ സഹകരണവും കൂടി വേണം. നവീൻ വക്കീല് പറയാൻ പോണത് അച്ഛനല്ല ഈ കൊലപാതകം ചെയ്തത്, ഓൾറെഡി വിക്രം കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു അവിടെ കിടക്കുന്നുണ്ടായിരുന്നത് എന്നൊക്കെയാണ് നവീൻ വക്കീൽ വാദിക്കാൻ വേണ്ടി പോണത്. അപ്പൊ അച്ഛനത് ശരിയെ വെക്കണം, അച്ഛനല്ല അത് ചെയ്തത്, വിക്രം തന്നെയാണ് കെട്ടിത്തൂങ്ങി ചത്തത് എന്ന് തന്നെ അച്ഛൻ പറയണം എന്ന് പറയണം. മോളെ, എനിക്കിനി കുറച്ചു നാൾ കൂടിയൊക്കെ ആയുസുള്ളൂ, ആ സമയത്ത് നിങ്ങളുടെ കൂടെ നിൽക്കണം, നിങ്ങളുടെ കൂടെ നിങ്ങളെ കാണണം, എല്ലാ ദിവസവും നിങ്ങളുടെ കൂടെ ജീവിക്കണം എന്നൊരു ആഗ്രഹം മാത്രം അച്ഛനുള്ളൂ, അതുകൊണ്ട് അച്ഛൻ നുണ പറയാൻ കോടതിയിൽ എന്ന് പ്രകാശം പറയാണ്. അത് കേൾക്കുമ്പോൾ കല്യാണിക്ക് സന്തോഷമുണ്ട്. അച്ഛൻ സത്യം പറഞ്ഞ നുണ പറഞ്ഞതിന് ഞാൻ സപ്പോർട്ട് ചെയ്യണേ അല്ല, പക്ഷെ നമ്മുടെ സാഹചര്യം അങ്ങനെയാണ് അച്ഛാ. വിക്രത്തെ പോലത്തെ ഒരുത്തനെ കൊന്ന് ജയിലിൽ കിടന്ന സമയം പാഴാക്കേണ്ട ഒരു സമയമല്ല അച്ഛന്റെ. മനോഹരന്റെ അടുത്തൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചായിരുന്നു മോളെ. എന്ത് കാര്യം അച്ഛൻ ഏൽപ്പിച്ചത്? അത് മോള് അവന്റെ കുഞ്ഞായിട്ടോ ഒന്ന് അടുത്ത ദിവസം കാണാൻ വേണ്ടി വരുമോന്ന്. ഞാൻ വരാച്ചാ, എനിക്ക് ഇപ്പൊ വീട്ടിലൊരു ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പ്രശ്നോ? എന്തു പ്രശ്നം? അത് അച്ഛൻ പേടിക്കൊന്നും വേണ്ട. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറ എന്ന് പ്രകാശം പറയുമ്പോ കല്യാണി പറയണ്ട്, അത് വേറൊന്നും അല്ല അച്ഛാ, ഷാരി ആന്റിക്ക് കുത്തുണ്ടോ? ഷാരിക്ക് കുത്തുകൊണ്ടെന്നോ? മോളെ നീ ഒന്ന് തെളിച്ചു പറ എന്ന് പറയുമ്പോ കാദംബരി പറയണ്ട, അച്ഛാ ഞാൻ പറയാം, അച്ഛനോട് പറയണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ പറഞ്ഞു വന്നപ്പോ അറിയാതെ അവളുടെ വായിന്ന് വീണു പോയതാ. ഞാൻ പറയാച്ചാ, നമ്മുടെ കിരണിന്റെ അമ്മ ഹോസ്പിറ്റലിലാണ്, BP കുറഞ്ഞ് ICUലാണ്. അത് കഴിഞ്ഞ ദിവസം മോളൊന്ന് പറഞ്ഞായിരുന്നു. അപ്പോ അവിടെ കിരണും അതുപോലെ തന്നെ ചന്ദ്രസേനൻ സാറൊക്കെ അവിടെയാണല്ലോ. കല്യാണി അപ്പോ തറവാട്ടി നിർത്താൻ വേണ്ടി ഷാരുടെ കൂടെയാണ് കല്യാണിനെ കൊണ്ടേ നിർത്തിയത്. എന്തിനാ മോളെ നീ അവിടെ പോയി നിൽക്കണത്? എനിക്ക് അവരൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല എന്ന് പ്രകാശം പറയാണ്. അച്ഛാ, അവരൊന്നും ഇപ്പൊ കുഴപ്പമില്ല അച്ഛാ. കഴിഞ്ഞ ദിവസം ഷാരിയാനി ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോ ഒരു കൊലയാളി എന്നെ കൊല്ലാൻ വേണ്ടി റൂമിൽ വന്നിരുന്നു. കൊലയാളിയോ? അതെ, എനിക്ക് അയാളെ കണ്ടിട്ട് വിക്രത്തിന്റെ കൂട്ടുകാരനെ പോലെയൊക്കെയാ തോന്നിയത്. അതിനുശേഷം അയാളെന്നെ കൊല്ലാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ ബാത്റൂമിലായിരുന്നു. ബാത്റൂമിൽ വാതിൽ തുറന്നപ്പോ ഇയാളെ കണ്ടപ്പോ ഞാൻ വേഗം തന്നെ തലവണ എടുത്തിട്ട് അയാൾ കുത്തവണ തലവണ വെച്ച് തടയുകയും അതിനുശേഷം മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് വിടുകയും ചെയ്തു. ഷാരി ആന്റി വന്നപ്പോഴേക്കും കുത്തുകൊണ്ടത് ഷാരി ആന്റിക്കാണ്. ഷാരി ആന്റി ഹോസ്പിറ്റലായിരുന്നു, ICUലായിരുന്നു, ഇപ്പൊ അപകടനില തരണം ചെയ്തു എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് പ്രകാശം പറഞ്ഞിട്ട്, മോളെ ഒരിക്കലും വിക്രത്തിന്റെ കൂട്ടുകാര് ഒരു കാര്യവും ഇല്ലാണ്ട് ഇങ്ങനെ കൊല്ലാൻ വേണ്ടി വരില്ല. മുമ്പൊക്കെ അവൻ ജയിലിൽ കിടന്ന സമയത്ത് കൂട്ടുകാർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, അവര് പകരം വീട്ടാനോ ചോദിക്കാനോ ഒന്നിനും വന്നിട്ടില്ല. അവന്റെ കൂട്ടുകാരുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. രണ്ടുപേരാ അവന്റെ കൂട്ടുകാരായിട്ടുള്ളത്, രണ്ടുപേരും വീട് എവിടെയാന്ന് പോലും എനിക്കറിയാം, ഞാൻ മുമ്പ് പോയിട്ടുള്ളതാണല്ലോ അവരുടെ വീട്ടിലെ എന്ന് പറഞ്ഞിട്ട് പ്രകാശം പറയാണ്. അത് മാത്രമല്ല, അവന്റെ കൂട്ടുകാർ പണത്തിന് വേണ്ടി മാത്രമേ എന്തെങ്കിലും ചെയ്യുള്ളൂ. എനിക്ക് തോന്നണം അവരുടെ കൂട്ടുകാരെ ആരോ വാടകയ്ക്ക് എടുത്തതാണ്. അച്ഛൻ എന്തൊക്കെയാ പറയണത്? അതേ മോളെ, ഒരിക്കലും അവന്റെ കൂട്ടർ പകരം വീട്ടാൻ വേണ്ടി വരില്ല. ആരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് അവര് മനപ്പുറം മോളെ കൊല്ലാൻ വേണ്ടി വന്നതാണെന്നാ എനിക്ക് തോന്നുന്നത്. അച്ഛാ, അങ്ങനെയൊക്കെ സംഭവിക്കോ? അതേ മോൾ, അങ്ങനെ തന്നെയാ സംഭവിച്ചിരിക്കണത്. മോളൊരു കാര്യം ചെയ്യ്, കിരൺ മോളോട് എന്നെ ഒന്ന് വന്ന് കാണാൻ പറ, ബാക്കി ഞാൻ കിരൺ മോളോട് സംസാരിച്ചോളാം എന്ന് പ്രകാശം പറയാണ്. ശരി അച്ഛാ, ഞാൻ പറയാം കിരണേട്ടനോട് എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം കല്യാണി ഈ കാര്യങ്ങളൊക്കെ കിരണിനോട് പറയുകയാണെങ്കിൽ അച്ഛനെ പോയി കണ്ടപ്പോഴേക്ക് അച്ഛൻ പറഞ്ഞത് ഇങ്ങനെ വിക്രത്തിന് 2 കൂട്ടുകാരുണ്ട്, പക്ഷെ അവരിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പൈസ കൊടുത്തിട്ടായിരിക്കും ചെയ്യിപ്പിച്ചിട്ടുണ്ടാവാ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പത്തേക്ക് രതീഷ് പറയുന്നുണ്ട്, സാറേ ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് അങ്ങനെ പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും ആ ഷാരിയും സരിയും അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും. അല്ല, അവരുടെ വീട് എവിടെയാണെന്ന് അച്ഛനറിയാവോ? അറിയാം, പക്ഷെ അതെനിക്ക് മനസ്സിലായില്ല. കിരണേട്ടനൊന്നും അച്ഛനെ വന്ന് കാണാൻ പറഞ്ഞു. രതീഷ്, നമുക്കൊന്ന് അച്ഛനെ കാണാൻ പോയിട്ട് വന്നാലോ? ശരി എന്ന് പറയുകയാണെങ്കിൽ രതീഷും കിരണും കൂടി വീണ്ടും പ്രകാശിനെ കാണാൻ വരുന്നുണ്ട്. അപ്പോ ജയിൽ സൂപ്രണ്ട് പറയണ്ടേ, എടാ പ്രകാശ, നിന്റെ മരുമക്കൾ രണ്ടുപേരും നിന്നെ കാണാൻ വന്നിട്ടുണ്ടല്ലോ അവിടെ എന്ന് പറയാണ്. അങ്ങനെ പ്രകാശം പോയി നോക്കുമ്പോ കിരണും രതീഷും ആട്ടോ. ഞാൻ പറഞ്ഞായിരുന്നു കല്യാണി മോളത്ത് ഒന്ന് വരാനായിട്ട്. അച്ഛനെന്തോ സംശയം ഉണ്ടെന്നൊക്കെ അവള് പറഞ്ഞു. അതെ, മോള പറഞ്ഞത് വിക്രത്തിന്റെ കൂട്ടുകാരനോ അത് ചെയ്തെന്ന് സംശയമുണ്ടെന്ന്. അവന് 2 കൂട്ടുകാരാ മോനെ ഉള്ളത്. അവരന്ന് മരിക്കുന്ന തൊട്ട് മുമ്പ് വരെ അവന് വെള്ളം അടിക്കാൻ നേരത്ത് അവരും കൂടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതായിരുന്നു.
ആകാശൻ ആ കൂട്ടുകാരുടെ സ്ഥലം എവിടെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ്. അതുകൊണ്ട് തന്നെ കിരണിനും രതീഷിനും സുഖമായിട്ട് ആ കൂട്ടുകാരുടെ അടുത്തേക്ക് എത്താൻ പറ്റുകയാണ്. പിന്നൊന്നും പറയണ്ടല്ലോ, ആ കൂട്ടുകാർ രണ്ട് അടി അടിച്ചു കഴിഞ്ഞാൽ അയാൾ സത്യങ്ങളൊക്കെ തുറന്നു പറയും. അങ്ങനത്തെ കൂട്ടുകാരുണ്ട്. വിക്രത്തിന്റെ കൂടെ ഉള്ള സമയത്ത് അവരങ്ങനെയായിരുന്നല്ലോ. അടി കൊടുക്കാനൊക്കെ വിക്രത്തിന്റെ കൂടെ വരുമെന്നുണ്ടെങ്കിൽ രണ്ടടി കിട്ടിക്കഴിഞ്ഞാൽ വിക്രത്തിന് അവിടെ ഇട്ടിട്ട് ഓടിപ്പോണ കൂട്ടുകാരായിരുന്നു. അതുകൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ ആ പയസിന്റെ വായി തന്നെ മണി പോലെ കിരൺ കേൾക്കാൻ പോവാണ്. സരിയുമാണ് പൈസ തന്ന് ഇങ്ങനെ ചെയ്തതെന്നും അത് മാത്രമല്ല വിക്രം പരോളിൽ വന്ന സമയത്ത് സരിയുമാണ് വിക്രത്തിന്റെ കയ്യിൽ തോക്ക് കൊടുത്തെന്നുള്ള എല്ലാ സത്യങ്ങളും പറയണം. അത് മാത്രല്ല ഓൾറെഡി നമ്മുടെ ചന്ദ്രസേനൻ സിയുടെ ആ കേസ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തോക്കിങ്ങനെ ഉപയോഗിച്ച് ആരാന്നിങ്ങനെ കണ്ടുപിടിക്കണം ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വിക്രത്തിന്റെ കയ്യിലുള്ള തോക്ക് ആരുടെയാണെന്ന് നമ്മുടെ CA അന്വേഷണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആരുടെ പേര് ലൈസൻസിന്റെ കീഴിലാണ് ആ തോക്ക് എന്നുള്ളത് നമ്മുടെ CAയും കണ്ടുപിടിക്കണം. അത് നമ്മുടെ രാഹുലിന്റെ പേരിലുള്ള രാഹുലിന്റെ ലൈസൻസിലുള്ള തോക്കാണെന്ന് കണ്ടുപിടിക്കണം. അതേസമയം നമ്മുടെ പയസ് ആണെങ്കിൽ സത്യങ്ങളൊക്കെ തുറന്നു പറയാണ്. അങ്ങനെ കിരണും കല്യാണിയും ആ വലിയൊരു മഹാസത്യം അറിയുകയാണ്. ഇതിനെല്ലാം അതിന്റെ പേര് സരയുവാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് താരം ഒന്നും പറയാതെ എപ്പോഴും വിഷമിച്ചിരിക്കണം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാണ്. അപ്പൊ സരയുവാണ് ഇതിനെ പിന്നിലെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും കിരൺ കല്യാണത്ത് പറയാൻ പോണത്, കല്യാണി ഇപ്പൊ നമ്മൾ എടുത്തു ചാടി അവൾക്കൊന്നും ചോദിക്കരുത്, അവളൊന്നും സമ്മതിച്ചു തരാൻ പോകുന്നില്ല. നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്തായാലും പെട്ടെന്ന് അവളെ പിടിക്കാൻ വേണ്ടി അവളെ ജയിലിൽ കൊണ്ടുപോയിട്ടാൽ നമുക്ക് സമാധാനം കിട്ടാൻ പോയില്ല. അവളെ കൊടുക്കേണ്ട രീതിയിൽ മറുപടി കൊടുത്തിട്ട് മാത്രമേ അവളെ ജയിലിലേക്ക് പറഞ്ഞു വിടാൻ പറ്റുള്ളൂ. അവിടെ പോയിട്ട് 4 നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ അവളെ പറഞ്ഞു വിടില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കളിക്കൂട്ടുകാരിയല്ലേ, ഞാൻ ചെറുപ്പം മുതലേ കാണുന്നതല്ലേ. അതുകൊണ്ട് മനസ്സിൽ എവിടെ ഒരു വിഷമം ഉണ്ടെന്ന് കൂട്ടിക്കോ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാം, കാട്ടിൽ കൊണ്ടിടാനും എനിക്ക് മനസ്സ് അനുവദിക്കുന്നില്ല. ജയിലിൽ തന്നെ അവള് പോയി കിടക്കട്ടെ, അവിടെ എനിക്ക് മനോഹരം ഉണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം, ജയിലിൽ പോകുന്ന മുമ്പ് അവൾ ഈ ചെയ്തു കൂട്ടിയതൊക്കെ അനുഭവിക്കണം. അവൾ മരണവേദന എന്താന്ന് അറിയണം. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ലൊരു ശിക്ഷ കൊടുത്തിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവളുടെ പോലെ തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടതാണ് ഷാരി ആന്റി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഷാരി ആന്റിക്ക് കൊടുത്തത് ഷാരി ആന്റിക്ക് തന്നെ കിട്ടി. ഇനി ഷാരി ആന്റിക്ക് അധിക നാളൊന്നും ആയുസില്ല. ഷാരി ആന്റിയുടെ കാര്യത്തിൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. കാരണം ആ രീതിയിലാണ് കുത്തുകൊണ്ടിരിക്കുന്നത്. ഉള്ളിലുള്ള അവയവങ്ങളൊക്കെ നല്ല മുറിവുണ്ട്. പിന്നെ നിന്നെ പോലെ അല്ലല്ലോ, പ്രായമുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് മുറിവ് ഉണങ്ങാനും പറ്റൂല. അഥവാ ഉണങ്ങി കഴിഞ്ഞാൽ തന്നെ അത് ഒരുപാട് റിസ്ക് ആണ്. ആന്റി ഒരുപാട് നാൾ ജീവിച്ചിരിക്കുന്ന റിസ്ക് ആണ്. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള കാലം താൻ എപ്പ മരിക്കും എന്ന് ആലോചിച്ചിട്ട് വേണം ആന്റി ജീവിക്കാനായിട്ട്. അതുകൊണ്ട് ആന്റിക്ക് കിട്ടേണ്ട ശിക്ഷ ആന്റി കിട്ടിക്കഴിഞ്ഞു. ഇനി അത് അങ്ങനെ അനുഭവിച്ചോളൂ ആന്റി. പിന്നുള്ളത് ഇവളുടെയാണ്, സരയുന്റെ. അത് നമുക്ക് വേണ്ട പോലെ ചെയ്യാൻ കല്യാണി, നമുക്ക് വേണ്ട പോലെ ആലോചിച്ച് അവൾക്കുള്ള ശിക്ഷ നടപ്പിലാക്കണം എന്ന് പറയാണ്. അപ്പൊ ഇങ്ങനെ സരിയുവിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വീക്കെൻഡ് പ്രൊമോയിൽ കാണാൻ വേണ്ടി പോണം കേട്ടോ. വീക്കെൻഡ് പ്രൊമോ 11 മണിക്ക് വരും. എന്തായാലും വീക്കെൻഡ് പ്രൊമോ ഞാൻ അപ്ലോഡ് ചെയ്യാതിരിക്കത്തില്ല. കഴിഞ്ഞ ആഴ്ചയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീക്കെൻഡ് പ്രൊമോ. ഈ ആഴ്ചയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോ 11 മണിക്ക് വരുന്ന പ്രൊമോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 11:15 ആകുമ്പോഴേക്കും അപ്ലോഡിങ് കഴിയും, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ കാത്തിരുന്നതിനെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.